സർക്കാർ അതിനെതിരായിട്ട് വാദിച്ചിരുന്നല്ലോ. പക്ഷേ കോടതി എന്താ വിധിക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ജാമ്യാപേക്ഷ പൂർണ്ണമായിട്ടും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്, അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് സർക്കാരിനെതിരായിട്ട് വരുന്നൊരു കാര്യമല്ല. സർക്കാർ വാദിച്ചത് ജാമ്യം നിഷേധിക്കണം എന്നായിരുന്നു. ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ഇത്രയും ദിവസം സിദ്ദിഖിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പോലീസിനെ സംരക്ഷിക്കുന്നുള്ള ഒരു ആരോപണം കൂടിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ ജാമ്യത്തിനെതിരായിട്ട് വാദിക്കേണ്ടിയിരുന്നില്ലല്ലോ സർക്കാരിന്. സർക്കാർ ജാമ്യം നിഷേധിക്കണം എന്നാണല്ലോ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അതിനകത്ത് സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ കേസ് നിലവിലിപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഇത്തരത്തിൽ. അപ്പോൾ 8 വർഷത്തോളം കാലം സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റിപ്പോർട്ടിന്മേൽ കൂടുതൽ കാലം വൈകിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും ശക്തമാവുകയല്ലേ? ആ ചോദ്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും സർക്കാർ മറുപടി പറയുമല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ആദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അറിയുന്നതിനും ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിലുള്ള ആളുകളടക്കം കേരളത്തിലേതുപോലെ ഒരു കമ്മിറ്റി വേണം എന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് ആർക്കും പ്രവേശനമില്ലാത്തതുപോലെ സൂക്ഷിച്ചിരുന്നൊരു മേഖലയായിരുന്നു സിനിമാ ലോകം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും വെളിയിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെളിയിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ചതിന് നമുക്ക് സർക്കാരിനെ അഭിനന്ദിക്കാം. അതിനുശേഷം ഹേമ കമ്മിറ്റി ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, അതൊരു ഫാക്ട് ഫൈൻഡിങ് മാത്രമാണ്, കണ്ടെത്തുക കാര്യങ്ങൾ എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അപ്പോൾ അത് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നു. സർക്കാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാതിരുന്നത്. അതിന് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഒരു തടസ്സം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല ഭാഗത്തു നിന്നും ലീഗലായിട്ട് അഭിപ്രായം ഉണ്ടായത് അത് മുഴുവൻ പബ്ലിഷ് ചെയ്യരുത്, ചില ആളുകളുടെ പേഴ്സണൽ മാറ്റേഴ്സ് പ്രൈവസി അതൊക്കെ ഘടകമാണ് എന്നൊക്കെയാണ്. ഏതായാലും കോടതി പറയുന്നതിനനുസരിച്ച് സർക്കാർ അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ വന്ന തെളിവ് അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള പരാതി അനുസരിച്ച് നിയമ നടപടി കൈക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത്. ഇപ്പോൾ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ സ്ത്രീകൾ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചില കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുകയടക്കം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കമാണെന്നുള്ളതാണ് കാണുന്നത്. വളരെ സത്യസന്ധമായും വ്യക്തമായും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ നൽകുന്ന പരാതികളിൽ തീരുമാനമുണ്ടായാൽ അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ. സിനിമാ ഫീൽഡിൽ മാത്രമല്ല, മറ്റു പല മേഖലകളിലും ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ ശരിയായ രീതിയിൽ വന്ന പരാതികളിന്മേൽ നല്ല തീരുമാനമുണ്ടായാൽ അത് മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഒരു വലിയ ആശ്വാസമായിരിക്കുമെന്നതാണ് വിഷയം. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണവും പ്രവർത്തനവും ഏറ്റവും വേഗത്തിലാവട്ടെ, അത് വലിയ ഫലം ഉളവാക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കരുതുന്നത്.